സാധാരണപ്പെട്ട ആൾക്കാർക്ക് പലിശരഹിതമായിട്ട് തവണ വ്യവസ്ഥയിൽ വീട് വെക്കുക എന്ന് വെച്ചാൽ അതൊരു ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്തേക്കുന്ന വീട് അവരെ കേട്ടിട്ട്. കാരണം ഒരാളെ കേട്ട് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. എൻ്റെ ഭവനം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്ന് നമ്മളിപ്പോൾ ലോണിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. ലോൺ എന്ന് വെച്ചാൽ അതൊരു ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് അതിനകത്ത് RBIയുടെ കുറച്ച് ഗൈഡ് ലൈൻസ് നമ്മൾ നോക്കണം. കാരണം നമുക്ക് പെട്ടെന്ന് ഇപ്പം ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ഈ പറയുന്ന നിയമവും റൂൾസും റെഗുലേഷൻസും നമ്മളുടെ ഇവിടുത്തത് അമെൻമെൻറ്റും ഈവൻ GSTയുടെ ആണെങ്കിൽ പോലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ നമുക്കത് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 1 മന്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിപ്പം ഓൾറെഡി നമ്മളുടെ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ട ആൾക്കാർ വിളിക്കുന്നവരെ നമ്മൾ സൈനപ്പ് ചെയ്ത് തുടങ്ങി. ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ സൈനപ്പ് ചെയ്ത് തുടങ്ങി. കാരണം എൻ്റെ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന തൊട്ട് തന്നെ 50 ലക്ഷം രൂപ ലോൺ എടുക്കുന്നവന് 80 ലക്ഷം 1 കോടിയും 1.25 കോടി രൂപയും ചിലപ്പോൾ അത് ബൗൺസ് ആയിട്ട് ആ പ്രോപ്പർട്ടി കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ വരെ വരും. 30 വർഷത്തേക്കൊക്കെ ലോൺ എടുക്കുന്നത്. അപ്പം അതൊന്നും സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും കൂടുതൽ മിനിമൽ പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക്. മിനിമൽ ഡിസൈൻസ് ചെയ്തിട്ട് ഇപ്പം ഒരു 25, 30, 50, 75 ലക്ഷം രൂപ വീടിൻ്റെ ടിക്കറ്റ് സൈസ് മാറ്റിക്കൊണ്ട് ഒരു 20, 25 ബജറ്റ് വരെയൊക്കെ മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന. കാരണം സാധാരണപ്പെട്ട ഒരു മലയാളിയുടെ ശമ്പളം വെച്ചുകൊണ്ട് ഒരു മാസം അവർക്ക് അടയ്ക്കാൻ പറ്റുന്ന EMI എന്ന് വെച്ചാൽ ഒരു 10,000 രൂപയായിരിക്കാം മാസമൊക്കെ പറ്റുമായിരിക്കാം. എന്ന് വെച്ചാൽ ഒരു ആവറേജ് നോർമൽ ആൾക്കാരെ വെച്ചിട്ട് അത് 25,000 അടയ്ക്കാൻ പറ്റുന്ന ഒരു 50,000 അടയ്ക്കാൻ പറ്റുന്ന അവർക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് പ്ലാൻസ് നമ്മളുടെ അടുത്തുണ്ട്. പക്ഷേ എന്നാലും കൂടുതൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ പറഞ്ഞ സാധാരണപ്പെട്ട ആൾക്കാർക്ക് പലിശരഹിതമായിട്ട് തവണ വ്യവസ്ഥയിൽ വീട് വെക്കുക എന്ന് വെച്ചാൽ അതൊരു ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്തേക്കുന്ന വീട് അവരെ കേട്ടിട്ട്. കാരണം ഒരാളെ കേട്ട് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം.